വല്ലാത്ത ഇഷ്ടമില്ല. സംശയത്തിന്റെ നാളെയല്ലേ ചേട്ടാ ആണോ ഇല്ല ഞാനാണോ കനിയാ ഹലോ ഹലോ അതിന് ഷൂട്ടിൻ്റെ ഇടയിലാണോ അത് തുടങ്ങി അവിടെ അവരുടെ ഇതൊക്കെ എടുക്കാനുള്ളൂ 1 മണിക്കൂർ കിട്ടും 1 മണിക്കൂർ കിട്ടുമായിരിക്കും അല്ലേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഷൂട്ടുള്ളൂ ലഞ്ച് ബ്രേക്ക് ലഞ്ചിന് ബ്രേക്ക് വേണ്ടല്ലോ ഇനി എന്താ മറ്റേ ചേട്ടാ പൊളിച്ചടിക്ക് ചേട്ടൻ വാങ്ങിക്കുന്ന VIP ആയോ നമ്മളല്ല അവരുടെ അമ്മാവിന് പെട്ടെന്ന് ഇറങ്ങി അവിടെ എല്ലാ പരിപാടിയും ഒക്കെയാണ് മഴ നല്ല അതല്ലേ സാർ ആ നല്ലതായിരുന്നു അത് 5 മിനിറ്റ് തുടങ്ങി 5 മിനിറ്റ് കൈ കാണിച്ചിട്ടൊക്കെ പോവാം ഇത് സ്ട്രൈറ്റ് നിങ്ങളാണ് സ്ട്രൈറ്റ് അവിടെ നോക്ക് ഇതിൽ
ഞാൻ നേരത്തെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപ് എത്തിച്ചേർന്നിരിക്കുന്ന നല്ലൊരു കൈയ്യടിയോടുകൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്താലോ അല്ലെ? നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സക്സസ് മീറ്റിലേക്ക് നമ്മുടെ പ്രിയ താരം ദിലീപ് ഏട്ടനെ സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം. മലയാള സിനിമയ്ക്ക് മറ്റൊരു വൻ വിജയം നൽകിക്കൊണ്ടിത് ദിലീപ് ഏട്ടനും ടീമും പ്രിൻസ് ആൻഡ് ഫാമിലി. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പത്രമാധ്യമ സുഹൃത്തുക്കളെ, എക്കാലത്തെയും പ്രിയ താരം ജനപ്രിയ നായകൻ ശ്രീ ദിലീപിന്റെ 150ാമത്തെ ചിത്രം, മലയാളത്തിന് ഒരുപാട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച മാജിക് ഫ്രെയിംസിന്റെ 30ാമത്തെ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുകയാണ്. ഒരു വൻ വിജയമായി മാറിയിരിക്കുകയാണ്. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സക്സസ് മീറ്റിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. അപ്പൊ നല്ലൊരു കയ്യടി കൊടുത്താലോ പ്രിൻസ് ആൻഡ് ഫാമിലി ടീമിന്? താങ്ക് യു വെരി മച്ച്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിരിക്കുകയാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയോടുകൂടെ. അപ്പം ചിത്ര പുതുമുഖ സംവിധായകനായ ശ്രീ ബിൻഡോ സ്റ്റീഫൻ ഷാരിഫ് മുഹമ്മദിന്റെ തിരക്കഥയിൽ ഒരുക്കിയ ചിത്രമാണ്. ഈ സിനിമയിൽ ഒരുപാട് വിജയഘടകമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ചിരിക്കാനുള്ള നിമിഷങ്ങളുണ്ട്, ഒരുപാട് ഇമോഷണൽ മൊമെന്റ്സ് ഉണ്ട്. അതിനൊപ്പം തന്നെ ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് കോംബോകൾ വർക്കൗട്ട് ആയി എന്നുള്ളതാണ്. അപ്പം ദിലീപേട്ടനും ധ്യാനും ആദ്യമായിട്ട് ഒന്നിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരുപാട് ഇഷ്ടമുള്ള കോംബോസ് ആണ് ദിലീപേട്ടനും സിദ്ദിഖയും, അതുപോലെ തന്നെ ദിലീപേട്ടനും, അതുപോലെ മഞ്ജു ചേച്ചിയും, അങ്ങനെ ഒരുപാട് കോംബോകൾ ചിത്രത്തിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കിനി അധികം സമയം കളയാനില്ല. നല്ലൊരു ഗാനത്തിലൂടെ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ നല്ലൊരു ഗാനത്തിലൂടെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പം നമുക്ക് ഇതാ സ്ക്രീനിലെത്തുന്നത് അഫ്സൽ ആലപിച്ച, നമ്മുടെ പ്രിയ ഗായകൻ അഫ്സൽ ആലപിച്ച നല്ലൊരു അടിപൊളി ഗാനമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. നമുക്ക് കാണാം. താങ്ക് യു. നമുക്ക് ചിത്രത്തിന്റെ സംവിധായകനെ വേദിയിലേക്ക് ആദ്യം തന്നെ ശ്രീ ബിൻഡോ സ്റ്റീഫൻ ആണ്. അദ്ദേഹത്തെ പുതുമുഖ സംവിധായകൻ എന്ന് പറയാമെങ്കിലും ഒരുപാട് വർഷങ്ങളുടെ ഒരു പ്രവർത്തന പരിചയമാണ് അദ്ദേഹത്തിന് സിനിമാ മേഖലയിലുള്ളത്. ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ നിറഞ്ഞ കൈയടിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് ചിത്രത്തിന്റെ സംവിധായകനായ ബിൻഡോ സ്റ്റീഫനെ സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം. തന്നെ കൺഗ്രാറ്റുലേഷൻസ്. കന്നി ചിത്രം തന്നെ ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്, കുടുംബ പ്രേക്ഷകരുടെ പ്രിയ ചിത്രമായിട്ട് മാറിയിരിക്കുകയാണ്. നല്ലൊരു കയ്യടി കൊടുക്കണ്ടേ അദ്ദേഹത്തിന്? എന്താണ് നിമിഷത്തിൽ പറയാനുള്ളത്? ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടിയാണ് ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നത്. വളരെയധികം സന്തോഷം. ഒരു സംവിധായകനെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്യുന്ന സിനിമ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക, ജനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പം അതിപ്പോൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ മലബാർ തിയേറ്റർ വിസിറ്റ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സൗണ്ടൊന്നും ഇല്ലായിരുന്നു, കാരണം ആളുകൾ അത്രയും സന്തോഷമായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ദിലീപേട്ടനൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല, അത്രയധികം സന്തോഷമാണ് ജനങ്ങളിലുള്ളത്. അപ്പോൾ ഈ നിമിഷം ഇവിടെ പറയുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഞാനും ഷാരിസും കൂടിയാണ് ഈ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത്. നിശ്ചിൻ ബോയ് എന്ന പ്രൊഡ്യൂസർ ഞങ്ങളുടെ കൂടെ വന്നതോടെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് കൂടെ നിന്ന് ഈ സിനിമയ്ക്ക് ധൈര്യം തന്ന ആളാണ് നിശ്ചിൻ സ്റ്റീഫൻ എന്ന പ്രൊഡ്യൂസർ. ഇവിടെ ദിലീപ് എന്ന് പറയുന്ന ആക്ടർ ഞങ്ങൾക്ക് ഡേറ്റ് തന്നെടുത്താണ് ഈ സിനിമയുടെ വിജയം. ഈ നിൽക്കുന്ന സന്തോഷം, ഞങ്ങളുടെ എല്ലാവരും സന്തോഷം, ജനപ്രിയൻ എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്ന ദിലീപേട്ടൻ തന്ന ഡേറ്റിൽ ദിലീപേട്ടൻ നമ്മളോട് നിന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷം. ഫാമിലി ഓഡിയൻസിന് വേണ്ടിയാണ് ഈ സിനിമ ചെയ്യുന്നതെന്ന് നമ്മൾ എപ്പോഴും പറയുമായിരുന്നു. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന പേര് പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും എന്ന് നമ്മൾ എപ്പോഴും പറയുമായിരുന്നു.
നമ്മൾ പോകുന്ന തിയേറ്ററുകളിലും എല്ലാം റെസ്പോണ്ട് അത് തന്നെയാണ്. എല്ലാവരും ഫാമിലിയോട് വന്ന് സിനിമ കണ്ട് ചിരിക്കുകയും കൈയടിക്കുകയും കഥാപാത്രത്തോടൊപ്പം പോവുകയും ചെയ്യുന്നത് നേരിട്ട് കാണുമ്പോൾ വളരെയധികം സന്തോഷം. ഒരുപാട് മികച്ച ചിത്രങ്ങൾ താങ്കൾക്ക് ഒരുക്കാൻ സാധിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അടുത്തായിട്ട് വേദിയിലേക്ക് അദ്ദേഹമാണ് പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഷാരിസ് മുഹമ്മദിനെ നല്ലൊരു വീഡിയോ എടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യാം. ക്ഷണിക്കാം. നമസ്കാരം. ബില്ല പറഞ്ഞ പോലെ ഞങ്ങൾ നന്ദി പറയാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. വി ആർ ഡീപ്ലി ഹംബിൾഡ്, വി ആർ സിൻസിയർലി ഹംബിൾഡ് ബൈ ദ റിസൾട്ട്. ഞങ്ങൾ വളരെ ചെറുതാവുന്നൊരു വേദിയാണത്. വളരെ ചെറുതാവുന്ന സിനിമ എന്നൊരു മാജിക്കിന് മുന്നിൽ ഒരു വെള്ളിയാഴ്ച ഈ ടീം വളരെ ഹംബിൾഡ് ആവുന്ന ഒരു നിമിഷമാണത്. ഒരുപാട് സന്തോഷം. അധികമൊന്നും പറയാനില്ല. ഞങ്ങളിതിൻ്റെ ലോഞ്ചിന് പറഞ്ഞിരുന്നു മെയ് 9 സിനിമ സംസാരിക്കുമെന്ന്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ പ്രേക്ഷകർ തരുന്നൊരു അതിവൈകാരികതയുണ്ട്. ആ അതിവൈകാരികത നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ തട്ടുന്നു. അധികമൊന്നും പറയാനില്ല. 2011 വേൾഡ് കപ്പ്, ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയപ്പോൾ ആ ടീമിലുണ്ടായിരുന്ന യുവരാജും ഹർഭജനും ഒക്കെ പറഞ്ഞു ഈ വിജയം സച്ചിന് വേണ്ടിയിട്ടാണെന്ന്. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഈ സക്സസ് വേദിയിൽ നിന്നും ഞങ്ങൾ ആസ് എ ടീം ഞങ്ങൾ പറയുന്നു ഈ വിജയം ദിലീപേട്ടന് വേണ്ടിയിട്ടാണ്. എൻ്റെ തലമുറയുടെ ബാല്യവും കൗമാരവും യൗവനവും മനോഹരമാക്കിയ ഒരു നടന്, ഒരു അതുല്യ നടന്, ആ തലമുറയിൽപ്പെട്ട ഏറ്റവും എളിയവനായ ഒരു ആരാധകൻ ദിലീപേട്ടൻ്റെ കാൽക്കൽ വെക്കുന്നതാണ് ഈ സിനിമ. എനിക്ക് സ്ക്രീനിൽ മാത്രമേ എനിക്ക് എഴുതാൻ അറിയുള്ളൂ. ഇത് പറയുന്നൊന്നും സെൻസേർഡ് അല്ല, എവിടെ നിന്നോ വരുന്നതാണ്. ഇതിൻ്റെ പൂജയ്ക്ക് പറഞ്ഞതോടെ തന്നെ ഞാൻ പറഞ്ഞു നിർത്തുന്നു. ബിഗ് ഫാൻ ഓഫ് ദിലീപേട്ടൻ. ദിസ് വിൽ ബി മൈ ഫാൻ മൂവി. ദിസ് ഇസ് മൈ ഫാൻ മൂവി. താങ്ക് യു ഓൾ ലിസണേഴ്സ്. താങ്ക് യു. 2 പേരുകൾ, മഞ്ജു ചേച്ചി, ജോണി ചേട്ടൻ, സിദ്ദീഖ, എല്ലാവരും ഇവിടെ ഉണ്ട്. ഇവിടെ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. ബിന്ദു ചേച്ചി. പിന്നെ വളരെ സന്തോഷത്തോടെ ലിസ്റ്റിൻ ചേട്ടൻ മലയാള സിനിമയിൽ അവതരിപ്പിക്കുന്ന 3 പേരുണ്ട്. ബിൻഡോ സ്റ്റീഫൻ, നായിക സനൽ ദേവ്, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ. സോ വലിയൊരു താങ്ക്സ് ലിസ്റ്റിൻ ചേട്ടൻ, ഞങ്ങൾ ട്രസ്റ്റ് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു. അതുപോലെ ജനഗണമന ഡ്രൈവിംഗ് വേദിയിലേക്ക് സദസ്സിനെ അഭിസംബോധന ചെയ്തതിനു വേണ്ടി സ്വാഗതം ചെയ്യാം. ക്ഷണിക്കാം. വളരെയധികം സന്തോഷം. ഒരു കൈ പോക്കറ്റ് ഇട്ടില്ലെങ്കിൽ, അതായത് ആങ്കർ പറഞ്ഞതുപോലെ മാജിക് ഫ്രെയിംസിന്റെ 30ാമത്തെ സിനിമ. ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് ഒരു നിർമ്മാതാവിൻ്റെ മാത്രമല്ല, ആ ടീമിൻ്റെ മൊത്തം സന്തോഷമാണ്. ഒരു പുതിയ ഡയറക്ടർ, അതോടൊപ്പം ഒരു പുതിയ സംഗീത സംവിധായകൻ, ആക്ട്രസ്, ഒരുപാട് പേരുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച്, അതായത് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോട്ടെ ഞാൻ പറയുന്നത്, എന്നെ സംബന്ധിച്ച് ഒരു ആക്ടറിന് ഒരു വലിയ വിജയം കൊടുക്കുമ്പോൾ നമുക്കൊക്കെ ഒരു തോന്നലുണ്ട്, നെക്സ്റ്റ് നമുക്ക് ആ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു ഈസി ആക്സസ് ഉണ്ട് എന്ന് പറയുന്ന പോലെ. ദിലീപേട്ടനെ വെച്ചിട്ട് ഒരു ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ്. ആ ബാനറിന് അല്ലെങ്കിൽ ആ നിർമ്മാതാവിന്, അതിൻ്റെ ഡയറക്ടർക്ക്, റൈറ്റർക്കൊക്കെ ഒരു സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഞങ്ങൾ കടന്നിങ്ങനെ ഭയങ്കര കഷ്ടപ്പെടുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ചില റിവ്യൂസും പരിപാടികളെല്ലാം പടത്തിന് വേണ്ടിയിട്ടിട്ട് പർപ്പസ്ഫുള്ളി ചെയ്യുന്നു. അതിനെയെല്ലാം ബീറ്റ് ചെയ്തുകൊണ്ടിട്ട് ജനങ്ങൾ തരുന്നൊരു സന്തോഷം. ഞങ്ങൾ ഈ തിയേറ്ററുകളെല്ലാം ചെല്ലുമ്പോൾ എല്ലാ ഹൗസ്ഫുൾ, എല്ലാവരും ചിരിക്കുവാണ്. പുറത്ത് വരുന്നൊരു റിവ്യൂസ് അല്ലെങ്കിൽ ചിലർ പർപ്പസ്ഫുള്ളായിട്ട് ചെയ്യുന്നു. ഞാൻ എത്രയോ സിനിമകൾ ചെയ്തേക്കുന്നു, എത്രയോ ഹിറ്റുകൾ കണ്ടേക്കുന്നു, എത്രയോ ഫ്ലോപ്പുകൾ കണ്ടേക്കുന്നു. അപ്പം ഫ്ലോപ്പും ഹിറ്റും എന്നൊക്കെ പറയുന്നത് ഒരു സിനിമ ജീവിതത്തിൽ, അല്ലെ ഒരു സിനിമയെ സംബന്ധിച്ച് അത് അതിൻ്റെ ഘടകമാണ്, അത് അതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും എത്രയോ സിനിമകൾ അഭിനയിക്കുന്നു. ഇറ്റ്സ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട് ഹിറ്റും ഫ്ലോപ്പും എന്ന് പറയുന്ന കാര്യത്തിൽ. ഈ സിനിമ എന്ന് പറയുന്നത് ജനങ്ങളെല്ലാം വളരെയധികം സന്തോഷിക്കുകയാണ്. ഇപ്പം എല്ലാ തരം സിനിമകളും ജനങ്ങൾ ഇപ്പം ഏറ്റെടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കണക്ട് ആവണമെന്നില്ല. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഏത് സിനിമയാണെങ്കിലും
കോടി ജനങ്ങളാണ് ഉള്ളതെങ്കിൽ 100 കോടി ജനങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സിനിമ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു എലക്ഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും, അതായത് ഒരു വോട്ടിന് ജയിച്ചാലും 10 വോട്ടിന് ജയിച്ചു കഴിഞ്ഞാലും ജയം തന്നെയാണ്. അത് എലക്ഷന്റെ കേസിലായിക്കോട്ടെ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് സിനിമ ജയിക്കുക എന്നുള്ളത് മാത്രമാണ്. അതായത് ഒരു നല്ല സിനിമ എടുത്തു, നന്നായിട്ട് ഒരു നല്ല റിസൾട്ട് കിട്ടും, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് ആ സിനിമ കൊണ്ടുപോയി എത്തിക്കുക എന്നുള്ളതാണ് ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ലക്ഷ്യം. അത് അതിന്റെ നിർമ്മാതാവായിക്കോട്ടെ. ഇതൊരു ഫാമിലി സിനിമയാണെങ്കിൽ ഇത് ഫാമിലി ഓഡിയൻസിനെ വന്നിട്ട് ടാർഗറ്റ് ചെയ്യിക്കുക. ഇത് നമ്മളൊരു യൂത്ത് പോലെയുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ഒരു എത്രയോ യൂത്ത് സിനിമകൾ ഇറങ്ങുന്നു, അങ്ങനത്തെ സിനിമകൾ ഇറങ്ങുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തായിരിക്കും ആ സിനിമ ഇറക്കുന്നത്. അപ്പം ഈ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത് ഇതൊരു കുടുംബ സിനിമയാണ്. കുടുംബത്തിലുള്ള ഒരു 3 അംഗ പിള്ളേരുള്ള ഒരു ഫാമിലിയുള്ള ഒരു അപ്പനമ്മ, അങ്ങനെ ഒരു ചെറു കുടുംബത്തിലുള്ള അവരുടെ കഥ പറയുന്ന സിനിമയാണ്. അപ്പം ഒരു നല്ലതായിട്ട് കുടുംബത്തെ സ്നേഹിക്കുകയും ചെറിയ കഷ്ടപ്പാടുകളും ചെറിയ സഹനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഭാരവെപ്പും ഒക്കെ ഉള്ള ഫാമിലികളെ സംബന്ധിച്ച് ഈ സിനിമ ഭയങ്കരമായിട്ട് കണക്ട് ആവും. അല്ലാത്തവരെ സംബന്ധിച്ച്, ഇതൊന്നും ഇല്ലാത്തവർക്ക് ഇത് എത്രത്തോളം കണക്ട് ആവുമെന്ന് എനിക്കും അറിയത്തില്ല. ഇത് ഉള്ളവരെ സംബന്ധിച്ച് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ റിവ്യൂസ് ഒക്കെ ഞാനും കാണാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സിനിമയിൽ നിൽക്കുന്നതുകൊണ്ടിട്ട് തന്നെ കോക്ക് എന്ന് പറയുന്ന ഒരാളുടെ റിവ്യൂ ഇവൻ കണ്ടു. അതായത് നെഗറ്റീവായിട്ട് ഇട്ടു. അത് കഴിഞ്ഞപ്പം എനിക്ക് നമ്മുടെയൊക്കെ പടത്തിന് എത്രയോ പടങ്ങളിൽ നെഗറ്റീവ് റിവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇടാനായിട്ട് കാരണം? അപ്പം അവൻ തന്നെ പറഞ്ഞു, എൻ്റെ പൊന്നുഭായി എന്നോട് പറഞ്ഞതാണ്. എൻ്റെ പൊന്നുഭായി, ആ തിയേറ്ററിൽ ഇരിക്കുന്നവർ മുഴുവൻ ചിരിക്കുന്നുണ്ട്, എനിക്കിത് ചിരിക്കാൻ പറ്റുന്നില്ല എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിപ്പോ എന്താണ് പ്രശ്നം? അപ്പൊ ഞാൻ ഈ പുള്ളിയുടെ ഇന്റർവ്യൂകൾ കുറച്ച് പ്രാവശ്യം കണ്ടു. ഇത് എന്തിനാ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പുള്ളിയുടെ ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട്, ഞാൻ അവിടെ നാട്ടിൽ പാതിരാത്രിക്ക് ചെല്ലാറുള്ളൂ, ഞാൻ അവിടെ നാട്ടുകാരായിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്ക് അവിടെ ഉള്ള നാട്ടുകാരായിട്ട് യാതൊരു പരിചയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെയുള്ളൊരു സൊസൈറ്റിക്ക് ഉള്ളിൽ ജീവിക്കുന്ന പുള്ളിയുടെ ഒരു വേറിട്ടൊരു ലൈഫുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് എത്രത്തോളം കണക്ട് ആവണം എന്നില്ല. പക്ഷെ പുള്ളി ഇപ്പൊ ഈ ഒരു റിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് സംസാരിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനിപ്പോ അങ്ങനെ പറഞ്ഞാൽ എന്താ, ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഇപ്പൊ ഏതായാലും ഞാൻ പറയുന്നത് തന്നെയല്ലല്ലോ ശരി. ഇപ്പൊ ജനങ്ങളെല്ലാരും എന്നെ ഇപ്പൊ തിരിച്ചു തെറി പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് തന്നെ എന്താന്ന് വെച്ചാൽ എന്റെ റിവ്യൂ ചിലപ്പോൾ കണക്ട് ആവും, ചിലപ്പോൾ അപ്പൊ പുള്ളി തന്നെ പറയാണ് എന്റെ തന്നെ റിവ്യൂ ചിലപ്പോൾ കണക്ട് ആവാതെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ അശ്വന്ത് വോക്ക് തന്നെ എന്നോട് പറഞ്ഞു കൺഗ്രാജുലേഷൻസ്. അത് മൊബൈലിൽ തന്നെ പുള്ളി അതായത് മെസ്സേജ് ആയിട്ട് തന്നെ അയച്ചു. കാരണം പുള്ളിക്ക് പറയുമ്പോൾ അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇത് പറഞ്ഞു വന്നത്, ഇതൊക്കെ ഓരോരുത്തരുടെ, ഞങ്ങളുടെ തന്നെ സിനിമയിൽ ദിലീപേട്ടന്റെ ക്യാരക്ടർ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രമാണ്, അത് പൊതു സമൂഹത്തിന്റെ അല്ല. അപ്പം ആ രീതിയിൽ നമുക്ക് പറയുന്ന ഏത് കമന്റുകളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മൾ എടുത്തു വെക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് മുഴുവൻ പേരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടിട്ട് നമുക്കൊരു സിനിമ എടുക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പം ഞാൻ തന്നെ എല്ലാ വ്യക്തികളെയും, എൻ്റെ കൂടെയുള്ള എല്ലാവരെയും എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും കുറച്ച് പേർക്ക് കുറച്ച് കംപ്ലൈൻസ് ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ സമൂഹമായതുകൊണ്ടിട്ട് അങ്ങനെ പോകാനായിട്ട് ഈവൻ പറ്റുള്ളൂ. ഈ സിനിമ തിയേറ്ററുകാരുടെ തുറന്നു പറച്ചിലില് ഞങ്ങൾക്ക് ദിലീപിനെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ തിരിച്ചു കൊണ്ടുവന്നു പറഞ്ഞാൽ പുള്ളി അങ്ങോട്ട് ഓടി പോയത് കൊണ്ടിട്ടല്ല, ഇപ്പം മമ്മൂക്കയ്ക്ക് ന്യൂഡൽഹി കിട്ടിയതുപോലെ, രജനീകാന്തിന് ജയിലർ കിട്ടിയതുപോലെ, അല്ലെങ്കിൽ ഏത് സിനിമയും ഓരോരുത്തർക്കും ഓരോ സിനിമകളുണ്ട്. അപ്പൊ ഒരു കണ്ടിന്യൂസ് ഫ്ലോപ്പ് ഇപ്പൊ ഇവൻ കൊടുക്കുന്ന ഒരു 4-5 സിനിമകൾ അടുപ്പിച്ച് ഫ്ലോപ്പ് കൊടുക്കുന്ന ഹീറോസ് നമ്മുടെ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. ഏത് ഇൻഡസ്ട്രിയിലും നിനക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ആ ഇടയിലേക്ക് ഞങ്ങളുടെ എല്ലാം ഒരു വലിയ പ്രയത്നം ഈ സിനിമയുടെ പിന്നിലുണ്ട്. അപ്പോൾ സിനിമ വിജയിക്കുക, ആളുകൾ അത് എന്റർടൈൻ ചെയ്യുക, ചിരിക്കുക എന്നൊക്കെ പറയുന്നത്, ചിരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും ടഫുള്ള ഒരു കാര്യമാണ്. ഏതായാലും ആ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരു പുതിയ നായിക അതിന്റെ ബെസ്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ സോങ്സ് ആയിക്കോട്ടെ, റീ റെക്കോർഡിങ് ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിലും ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. പിന്നെ ഞങ്ങൾ ഈ സിനിമ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് എത്തിക്കുമ്പോൾ കുറെ അധികം കഷ്ടപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഞങ്ങളുടെ ഇപ്പൊ ഇത്രയും സിനിമകൾ ചെയ്തിട്ട്
എടുക്കേണ്ടാത്ത കഷ്ടപ്പാട് ഈ സിനിമയ്ക്ക് എടുക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി ഈ സിനിമ ഞങ്ങൾക്ക് അത്രയും മനോഹരമായിട്ടാണ് ഇതിന്റെ റിസൾട്ട് തരുന്നത്. ഞാൻ എല്ലാവരോടും ഈ സിനിമയെ സ്നേഹിച്ച, ഈ സിനിമയെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ട, കമന്റ് ഇട്ട, ഇൻസ്റ്റഗ്രാമിൽ ഇട്ട എല്ലാവരോടും എൻ്റെ പേരിലും ഞങ്ങളുടെ ടീമിന്റെ പേരിലുള്ള നന്ദി ഇപ്പം പറയുന്നു. അതുപോലെ തന്നെ ഈ സിനിമയൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ പൈസയൊക്കെ കടമൊക്കെ എടുത്തിട്ടൊക്കെയാണ് തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് അവർക്കത് തിരിച്ചു കിട്ടുന്നതിൻ്റെ ഉള്ള സന്തോഷമുണ്ട്. സോ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. സ്വാഗതം ചെയ്യേണ്ട വ്യക്തി ചേച്ചി വേദിയിലേക്ക് നല്ലൊരു വീടെടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം. ഇപ്പം മഞ്ജു ചേച്ചിയും ദിലീപേട്ടനും പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടാകും. പക്ഷെ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന മറ്റൊരു ചിത്രമാണ് നമ്മുടെ രാധവേണു. ദിലീപേട്ടനും മഞ്ജു ചേച്ചിയുടെ നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട് ചിത്രത്തിൽ. അപ്പൊ ചേച്ചി കഥാപാത്രത്തെ കുറിച്ച്, സിനിമയെ കുറിച്ച്. എല്ലാവർക്കും നമസ്കാരം. മീഡിയ സുഹൃത്തുക്കൾക്കും കൂടി ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു നന്ദി അല്ലെങ്കിൽ സന്തോഷം പറയുന്നു. ഇത്രയും വലിയൊരു ഹിറ്റ് സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൻ്റെ താങ്ക് യു. ബിൻഡോ, ഷാരിസ്, ലിസ്റ്റിൻ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് ദിലീപേട്ടനുമായിട്ട് ഞാൻ ജീവിതത്തിൽ അവസാനം ചെയ്ത സിനിമ മിസ്റ്റർ ബട്ട്ലറാണ്. ഞാൻ ഇന്ന് കുറച്ച് മുമ്പാണ് അതിലൊരു 100 സിനിമകൾ ഞാൻ കാത്തിരിക്കേണ്ടി വന്നു ദിലീപേട്ടൻ്റെ കൂടെ ചെയ്യാൻ, അടുത്ത പടം ചെയ്യാൻ. ദിലീപേട്ടൻ്റെ 50ാമത്തെ സിനിമയായിരുന്നു മിസ്റ്റർ ബട്ട്ലർ. ഇത് 150ാമത്തെ സിനിമയാണ്. അതൊരു ഭയങ്കര കോൺഫിഡൻസ് ആയിപ്പോയി. ദിലീപേട്ടനും ഈ പറഞ്ഞ പോലെ ദിലീപേട്ടൻ സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന് ഡയറക്ഷനൊക്കെ പഠിച്ച് നിൽക്കുന്ന ആ സമയം മുതൽ എനിക്ക് ദിലീപേട്ടനുമായിട്ട് നല്ലൊരു സുഹൃത്ത് ബന്ധമുണ്ട്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. മഴയത്ത് മുമ്പേ കമൽ സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു ദിലീപേട്ടൻ. പക്ഷേ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ സിനിമ നടനായിട്ട് മാനത്തെ കൊട്ടാരത്തിലേക്ക് കടന്നു. അതിൻ്റെ റിലീസിൻ്റെ തലേ ദിവസം കമൽ സാറിനോട് പറയാമെന്ന് അന്ന് എൻ്റെ അമ്മയുടെയും അനുഗ്രഹം വാങ്ങിച്ചിരുന്നു ദിലീപേട്ടൻ അന്ന്. അതിനുശേഷം ലാസ്റ്റ് ഞാൻ ഡയറക്ഷൻ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്കാണ് ദിലീപേട്ടൻ ക്യാമറയുടെ സൈഡിൽ ലുക്ക് തന്നത്. നമ്മളെല്ലാവരും ലുക്ക് തരുമല്ലോ സൈഡിൽ, അങ്ങനെ തന്നത്. അതൊക്കെ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ജോണിച്ചേട്ടാ പാവം പോലെ ഇരിക്കുക, ഇവിടെ കയറി എന്തോ വലിയ ബോംബ് പൊട്ടിക്കാനുള്ള സിദ്ദിഖിക്ക, താങ്ക് യു സോ മച്ച്. ആൻഡ് പുതിയ 2 നായികമാരെ നമ്മുടെ സിനിമ ലോകത്തിൽ കിട്ടിയിരിക്കുന്നു. ഒട്ടും മോശമല്ല, 2 പേരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൂടെ റാണി 1-2 സീനിലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല അന്ന് ഇത്രയും നല്ല പെർഫോമറാണ്. സിനിമയിൽ വന്നപ്പോൾ എന്താ മാറ്റം എന്നറിയോ, സൂപ്പറായിരുന്നു, നന്നായിരുന്നു. അതുപോലെ തന്നെ രാഗേന്ദ്ര കിരണങ്ങളോട് ദേഷ്യമില്ല, നന്നായിരുന്നു. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, അതാണ്. ഓക്കെ, ജോസൂട്ടി, എല്ലാവരും ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ ടെക്നീഷ്യൻസിനും, പ്രൊഡക്ഷനിലുണ്ടായിരുന്ന നമുക്ക് ചായ തന്ന ചായ മാസ്റ്റർ ഉൾപ്പെടെയുള്ള മേക്കപ്പ് ക്രൂ, മൊത്തം ക്രൂ, എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ പറയുന്നു. ഞാൻ പെട്ടെന്ന് ചാടിക്കയറി ഇവിടെ ഈ മൈക്ക് വാങ്ങിയത് ഞാനൊരു ഷൂട്ടിൻ്റെ ഇടയിൽ നിന്നാണ് വന്നത്. സോ അവരെല്ലാവരും എനിക്കവിടെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ദിലീപേട്ട ഞാൻ അതിക്രമിച്ച് കയറിയത്. എല്ലായിടത്തും സോറി പറഞ്ഞുകൊണ്ടും സന്തോഷം പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ലിസ്റ്റിൻ, താങ്ക് യു. താങ്ക് യു വെരി മച്ച് ചേച്ചി. ഇപ്പം സഫി എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോലെ തന്നെ ഞാനും ദിലീപേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് നമുക്കൊന്ന് ട്രെയിലർ ഒന്ന് കണ്ടാലോ? പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ട്രെയിലർ കാണാം. മേൽ തന്നെ ഏറ്റവും അധികം റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളാണ് ദിലീപ് ചിത്രങ്ങൾ. ഇന്ത്യൻ സിനിമയിൽ തന്നെ മറ്റാർക്കും ചെയ്യാനാവാത്ത കഥാപാത്രങ്ങൾ. ഇത് മായാമോഹിനി ആയിക്കോട്ടെ, ചാന്ത് പൊട്ടായിക്കോട്ടെ, കുഞ്ഞിക്കുനനായിക്കോട്ടെ, നമ്മളെന്നും അത്ഭുതപ്പെടുത്തുകയും രസിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത
നമുക്ക് പ്രത്യേകിച്ച് മുഖവരുടെ ഒന്നും ആവശ്യമില്ലാത്ത നമ്മുടെ കുടുംബ പ്രേക്ഷകരുടെ എക്കാലത്തെയും പ്രിയ താരം, ജനപ്രിയ നായകൻ ശ്രീ ദിലീപിൻ്റെ 150ാമത്തെ ചിത്രമാണിത്. നമുക്കറിയാം 100ാമത്തെ അദ്ദേഹത്തിൻ്റെ ചിത്രം കാര്യസ്ഥനായിരുന്നു, മറ്റൊരു മികച്ച കുടുംബ ചിത്രം. താൻ 150ാമത്തെ സിനിമ ചെയ്യുമ്പോൾ അതും ഒരു നല്ലൊരു കുടുംബ ചിത്രമാവണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഏറ്റവും നല്ല കയ്യടിയോടുകൂടി ഞാനൊരു ആലുവാക്കാരി നിലയിലും പറഞ്ഞോട്ടെ, ഞങ്ങൾ ആലുവാക്കാരുടെ അഭിമാനവും സ്വകാര്യ അഹങ്കാരവും കൂടിയായ ജനപ്രിയ നായകൻ ദിലീപിനെ നല്ലൊരു കയ്യടിയോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം. നല്ലൊരു കടി കൊടുക്കാം ദിലീപേട്ട. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷത്തോടുകൂടിയാണ് വേദിയിൽ നിൽക്കുന്നത്. സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും നന്ദി പറയുന്നു. വലിയ സന്തോഷമുണ്ട്. കാരണം എൻ്റെ സിനിമകൾ കണ്ട് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട 2 സുഹൃത്തുക്കൾ, ഇപ്പം അവരെനിക്ക് സുഹൃത്തുക്കളാണ്, അന്ന് എനിക്ക് അവരെ അറിയില്ലായിരുന്നു. അവരെൻ്റെ അടുത്തൊന്ന് കഥ പറയുമ്പോൾ ഇതിൻ്റെ സംവിധായകൻ ബിൻഡോ സ്റ്റീഫനോട് നിങ്ങളോട് സംസാരിച്ചു. ഷാരീസിൻ്റെ ജനഗണമന എന്ന സിനിമ ഞാൻ കണ്ടിട്ടുള്ളൂ, നല്ല സിനിമയായിരുന്നു. അപ്പോൾ ഇവർ വന്ന് കഥ പറയണു, ഒരു കഥ കേൾക്കുമെന്ന് ലിസ്റ്റും വിളിച്ച് പറയുന്നു. അപ്പോൾ കഥ പറയാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ സംവിധായകൻ്റെ കഥയാണിത്. അദ്ദേഹം ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെല്ലാം കല്യാണം കഴിച്ചിട്ടുണ്ട്, അവർക്ക് കുഞ്ഞുങ്ങളാവുന്നുണ്ട്. ഈ പുള്ളിയുടെ ഒരു കഥയാണ്, ഞങ്ങൾ അതിൽ നിന്നാണ് ഈ കഥ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സംവിധായകൻ കല്യാണം കഴിച്ചു. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ ആരോടും പറയരുതട്ടെ എൻ്റെ കഥയാണ്. പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ പറ്റൂല. അപ്പോൾ അതുപോലെ ഷാരിസ് ഇവിടെ നിന്ന് സംസാരിച്ചത്. ഷാരിസ് സിനിമയിലൂടെ നമ്മളെല്ലാവരെയും ഒന്ന് കണ്ണു നനയിപ്പിച്ച ആളാണ്. ഷാരിസിൻ്റെ വാക്കുകൾ ശരിക്കും മനസ്സറിഞ്ഞിട്ട് വരുന്നതെന്ന് നന്നായിട്ടറിയാം. ഷാരിസിനോട് പറയാൻ എനിക്കൊന്നുമില്ല, ലവ് യു ബ്രദർ, അതേ പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് പല സമയത്തും നമ്മൾ പരിചയപ്പെടുമ്പോൾ അവരുടെ പെരുമാറ്റം കൊണ്ട്, അവരുടെ വാക്കുകളിൽ നിന്നാണ് ചിലപ്പോൾ ചില മുജ്ജന്മ ബന്ധങ്ങളെന്നൊക്കെ പറയുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണ് രാമലീല. ആ രാമലീല എഴുതിയ സച്ചി നമ്മളെ വിട്ടുപോയി. എനിക്ക് തോന്നിയിട്ടുണ്ട് സച്ചി എനിക്ക് വേണ്ടിയാണോ ഇവിടെ ജനിച്ചതെന്ന്. കാരണം എനിക്ക് ഏറ്റവും അപകടമുള്ള സമയത്ത് എന്നെ മലയാള സിനിമയിൽ വീണ്ടും പിടിച്ചു നിർത്തിയത് അരുൺ ഗോപി സംവിധാനം ചെയ്ത രാമലീലയാണ്. ആ സിനിമയ്ക്ക് എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് രാമലീല. ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത്, ഇനി മലയാള സിനിമയിൽ ദിലീപ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തിയേറ്ററിലേക്ക് ഓടി വന്ന് ആ നടനെ ഇവിടുന്ന് അങ്ങനെ കളയാൻ പാടില്ല എന്നുള്ള രീതിയിൽ പിടിച്ചു നിർത്തിയൊരു സിനിമയാണത്. അതുപോലെ തന്നെ ഈ 150ാമത്തെ സിനിമ, ഇപ്പം ഇവിടെ പറയണ്ടേ, എൻ്റെ 100ാമത്തെ സിനിമ കാര്യസ്ഥനായിരുന്നു. ആ സിനിമയിലും എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച സിദ്ദിഖാണ്. എൻ്റെ 150ാമത്തെ സിനിമയിലും എങ്ങനെയൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ് സിദ്ദിഖ് തന്നെയായിട്ട് എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. അപ്പം ഞാനിടയ്ക്ക് പല സിനിമകളും ഞങ്ങളങ്ങനെ അച്ഛൻ മകൻ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് മൊത്തം കയ്യിൽ നിന്ന് പോയി ഒരു രീതി നടക്കുന്ന ബാലം വക്കീലിലെ എൻ്റെ അച്ഛൻ. അപ്പം ഞാനിടയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ അച്ഛാ എന്ന് പറഞ്ഞാൽ വിളിക്കണേ. കാരണം അങ്ങനെ ഒരു ചില ബന്ധങ്ങൾ ഉണ്ടാവാന്ന് പറയില്ലേ. അതുപോലെ ലിസ്റ്റിൻ്റെ കൂടെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെച്ച് കണ്ടുള്ള സൗഹൃദങ്ങൾ മാത്രമേ ഉള്ളൂ. ലിസ്റ്റിൻ്റെ കൂടെ പടം ചെയ്തിട്ടൊന്നുമില്ല. മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളെയും വെച്ച് നിർമ്മിക്കുന്ന ഒരു വലിയ കമ്പനിയാണ് മാജിക് ഫ്രെയിംസ്.
അപ്പോൾ ലിസ്റ്റിന് അങ്ങനെ ഒരു കഥ, ലിസ്റ്റിൻ്റെ ഒറ്റ ആഗ്രഹമാണ്, ചേട്ടാ ഈ പടം അടിക്കണം, ഈ പടം നമുക്ക് ആവശ്യമാണ് എന്ന് പറയുന്ന. കാരണം ഞാനൊരു നിർമ്മാതാവാണ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ മറ്റുള്ള ഹീറോസൊക്കെ ആയിട്ട് സിനിമ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ഷാരിസ് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ചിന്തിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സിനിമകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇഷ്ടമാണ് എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലിസ്റ്റിന് ഈ സിനിമ മറ്റെന്തിനേക്കാളും വലുതായിട്ടാണ് എനിക്ക് പ്രവൃത്തിയിൽ തന്നെ തോന്നിയിട്ടുള്ളത്. സത്യം പറഞ്ഞ ഈ സിനിമ വരുമ്പോൾ, ഈ സിനിമ റിലീസാവുന്ന നിമിഷം വരെ വലിയ പരസ്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സിനിമയാണ്. ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പരസ്യം തന്നത് ഇവിടുത്തെ മലയാളി പ്രേക്ഷകരാണ്. കാരണം മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന ആ പബ്ലിസിറ്റി ഏറ്റവും വലുതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ഒരാളൊരു കാര്യം പറഞ്ഞാൽ അത്രയും വേഗത്തിലാണത് ലോകത്തിൻ്റെ മുമ്പിലേക്ക് എത്തുന്നത്. അതിന് സഹായിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ. കാരണം ഈ സിനിമയുടെ ഒരു വലിയ പ്രസ് മീറ്റും കാര്യങ്ങളുമൊക്കെ വെക്കുന്ന സമയത്ത് ഒരു കൊച്ചു വേടിയിൽ നിന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ സിനിമയുടെ മൊത്തം കഥ പുറത്തേക്ക് പോകാം. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ഇതിൻ്റെ എല്ലാവരും ചർച്ച ചെയ്ത് തീരുമാനിച്ചു, നമുക്ക് ഈ സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയയുമായി നമുക്ക് തുറന്ന് സംസാരിക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സിനിമ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ലൈഫിൽ സോഷ്യൽ മീഡിയയുടെ പ്രസക്തി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമുക്ക് പ്രൈവസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു പ്രൈവസിയും ഇല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം നമുക്ക് പറയാനുള്ള, ഇപ്പം നിങ്ങളെല്ലാവരും ഇവിടെ ക്ഷണിച്ചത് നന്ദി പറയാൻ നിങ്ങളോടും, നിങ്ങളിത് എത്തിക്കുന്ന ആൾക്കാരോടും അത് കാണുന്നവരോടും കണ്ടുകൊണ്ട് നിൽക്കുന്നവരോടും നന്ദി പറയാനാണ് ഇങ്ങനെ ഒരു വേദി ശരിക്കും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഒരുക്കിയിരിക്കുന്നത്. നേരിട്ട് സംസാരിക്കാൻ, ലോകത്തിനോട് സംസാരിക്കാൻ, നിങ്ങളോട് സംസാരിക്കാൻ. അതുപോലെ തന്നെ ഈ സിനിമയുടെ ക്യാമറമാനാണ് രണദേവ. അദ്ദേഹം ഇവിടെ ഇതുവരെ വന്നിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഗംഭീര വർക്കുകളൊന്നാണ്. അതുപോലെ എൻ്റെ സംഗീത സംവിധായകൻ സനൽ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഇതിൽ എൻ്റെ കൂടെ അഭിനയിച്ച നായിക, ഞാൻ ഈ കഥ കേട്ടപ്പോൾ ഇവരോട് ആദ്യം പറഞ്ഞത് ആ കഥാപാത്രമാണ് ഈ പടത്തിൻ്റെ ഹീറോ. ആ കഥാപാത്രം നന്നായില്ലെങ്കിൽ ഈ സിനിമ നമുക്ക് ഒരിക്കലും വിജയിക്കില്ല. പക്ഷെ അവർ പല കുട്ടികളെ ഇങ്ങനെ നോക്കി അവസാനം അവരെത്തിയത് റാണിയ റാണ എന്ന ഒരു വലിയ കലാകാരിയിലാണ്. റാണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കറിയാവുന്നത് കലാമണ്ഡലത്തിലെ പ്രോഡക്റ്റാണ് അവർ. അതുപോലെ ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും അവർക്ക് വിദ്യാഭ്യസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ കലാകാരി. അവരുടെ മനസ്സിൽ മുഴുവൻ സിനിമകളായിരുന്നു. ഒരു ദിവസം അത് വർക്കൗട്ടാവുമെന്ന് അറിയില്ല. നമ്മൾ സിനിമയെ ഒരുപാട് സ്നേഹിക്കുമ്പോൾ സിനിമ നമ്മളെ തേടി നമ്മളിലേക്ക് വരും. അങ്ങനെ കൊണ്ടുതന്ന ഒരു വലിയ കലാകാരി. എൻ്റെ കൂടെ ഒരുപാട് നായികന്മാർ മലയാള സിനിമയിൽ ഒരുപാട് ലാംഗ്വേജിൽ അഭിനയിച്ചിട്ടുള്ള നായികമാർ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ആദ്യകാല സിനിമകളിൽ എൻ്റെ കൂടെ വന്ന കുട്ടികൾ. അതുപോലെ നമുക്ക് മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു വലിയ കലാകാരിയാണ് റാണിയ റാണ. അതുപോലെ തന്നെ മീനാക്ഷി മാധവി, അവരുടെ രണ്ടാമത്തെ സിനിമയാണ്. എൻ്റെ രണ്ട് നായികമാരാണ്. ഒരു ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ഏരിയ തന്നെ അന്ന എന്ന് പറയുന്ന കഥാപാത്രമാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഞാൻ അതിനു മുമ്പ് മീനാക്ഷിയുടെ സിനിമ കണ്ടിട്ടുള്ളത് മധുരം മനോഹരം. ആ സിനിമയിലാണ് വളരെ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ആൾക്കാർ അത്രയും ഗംഭീരമായിട്ട് അഭിനയിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഞാനും അഭിനയം പഠിച്ചു. ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കരമായിട്ട് എല്ലാവരിലും നിന്നും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജെസ്സി മമ്മീനെ നിങ്ങളാരും മറക്കൂല, അറിയാലോ. അപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ആൾ ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ എൻ്റെ അനിയന്മാർ രണ്ടുപേരുണ്ട്. ഒന്ന് ധ്യാനം, ഒന്ന് ജോസൂട്ടിയും. ഞാൻ ആ സിനിമ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അവരാണ് വീട്ടിൽ വെച്ച് കണ്ടു. പിന്നെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. വളരെ തിരക്കുള്ള ആ കലാകാരനെ നമുക്ക് ഇന്നത്തെ മുത്താണ് നമ്മുടെ. കാരണം ഈ സിനിമയുടെ ഒരു ഇൻ്റർവ്യൂവിലും അവനെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. ഇന്ന് മുതൽ അല്ലെ 2 ദിവസം തരൂല്ലേ? ഇന്ന് മുതൽ നമുക്ക് ഇവനുണ്ട്. കാരണം പ്രിൻസ് ഓഫ് ഇൻ്റർവ്യൂസ് ആണ്, അല്ലേ?
ഇരിക്കട്ടെ. എല്ലാവർക്കും പ്രിൻസിൻ്റെ ധ്യാനിൻ്റെ ഇൻ്റർവ്യൂവിനെ ഒരുപാട് ഇഷ്ടമാണെന്നറിയാം. എന്തായാലും വലിയ സന്തോഷമുണ്ട് ഈ സിനിമയെ വലിയ വിജയത്തിലെത്തിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും തരുന്ന ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു. എനിക്കൊരു അപേക്ഷ ഉള്ളത്, എങ്ങനെ വേണമെങ്കിലും എടുക്കാം, ഇത് റിക്വസ്റ്റാണ്, ഒന്നുമില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടെ നിന്ന ആൾക്കാരല്ലേ നിങ്ങളൊക്കെ. ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ കൂടെ നിന്നൂടെ? വലിയ സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും സഹായങ്ങളും പ്രാർത്ഥനകളും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച് ദിലീപേട്ടൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ നിരയിലേക്ക് മറ്റൊരു ചിത്രം കൂടി ഇതാ ചേർത്ത് വെക്കപ്പെട്ടിരിക്കുകയാണ്, പ്രിൻസ് ആൻഡ് ഫാമിലി. തീർച്ചയായും എന്നെന്നും പ്രേക്ഷകരും സിനിമാ സമൂഹവും നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. വിധേയകളിൽ ഒരാളായ ജോണിയെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല, ക്ഷമിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഏറ്റവും കൂടുതൽ 2000 ഏറ്റവും കൂടുതൽ ആൾക്കാരെ കയ്യിലെടുത്തൊരു സിനിമയുടെ സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ നിർമ്മിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. ജോണി ആൻ്റണി. ഇതിൽ ഞാനും ജോണിയൊക്കെയുള്ള കോംബോ ഭയങ്കര രസമായിരുന്നു എന്നെല്ലാവരും പറഞ്ഞു. വലിയ സന്തോഷം. അതുപോലെ ഇതിൽ വരാത്ത ഒരാളുണ്ട്, ബിന്ദു പണിക്കർ, ഇവിടെ എത്തിയിട്ടില്ല. ബിന്ദു ആണെങ്കിലും സിദ്ദിഖുള്ള ഞങ്ങളുടെ കോംബോ അത് ഒരുപാട് തവണയായിട്ടും എല്ലാവർക്കും ബോറടിക്കാതെ അത് ഇഷ്ടപ്പെടുകയും 2 കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. അതിൽ വലിയ സന്തോഷം. താങ്ക് യു. ഇടയ്ക്കേറിയില്ല. താങ്ക് യു വെരി മച്ച് ദിലീപേട്ട. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ടവരെ, അടുത്തതായി നമ്മൾ വേദിയിലേക്ക് ചെയ്യുന്ന മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടർ. നമുക്ക് പ്രത്യേകിച്ച് മുഖവരിയുടെ ഒന്നും ആവശ്യമില്ല. എന്നും ദിലീപ് ചിത്രങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള ക്യാരക്ടേഴ്സുമായിട്ട് അദ്ദേഹം എത്താറുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൽ ദിലീപേട്ടൻ്റെ അച്ഛൻ്റെ കഥാപാത്രമായിട്ട് അദ്ദേഹം നമ്മുടെ മുന്നിലെത്തി നമുക്ക് വേണ്ടി നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു മികച്ചൊരു കഥാപാത്രത്തെ തന്നു. അപ്പം മറ്റാരുമല്ല, നമ്മൾ സ്വാഗതം ചെയ്യുന്ന നിറഞ്ഞ കൈയോടുകൂടി ലെറ്റ്സ് വെൽക്കം സിദ്ദിഖ ഓൺ സ്റ്റേജ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു സിനിമ വിജയിച്ചതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ആ സിനിമയിൽ പ്രവർത്തിച്ച ഞങ്ങളെല്ലാവരും. ആ സന്തോഷത്തിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒരു സിനിമ വിജയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. മുമ്പൊക്കെ ഞാനൊക്കെ സിനിമയിൽ വന്ന കാലത്ത്, അത് 40 വർഷം മുമ്പുള്ള കാര്യമാണ്, ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകൾ വളരെ കുറവാണ്. അത് അന്ന് തിയേറ്ററുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഒരു സിനിമ വലിയ ഹിറ്റാവുന്നു എന്ന് പറയുന്നതും അതിൻ്റെ 100ാം ദിവസം ആഘോഷിക്കുന്നതൊക്കെ അന്നൊരു ചടങ്ങുകളായിട്ട് നടക്കുമായിരുന്നു. ഇന്നിപ്പോൾ അതല്ല. ഒരു സിനിമ വിജയിച്ചാൽ തന്നെ, അത് പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിച്ചാൽ തന്നെ, എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് വന്നിട്ട് ആ സിനിമയെ ഡീഗ്രേഡ് ചെയ്യുക, സിനിമ കൊള്ളില്ല എന്ന് പറയുക, ആ സിനിമ കാണരുതെന്ന് പറയുക, ഇതൊന്നും മുമ്പുണ്ടായിരുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ അങ്ങനെയല്ല. ഒരു സിനിമ വിജയിച്ചാൽ പോലും, ജനങ്ങൾ ആ സിനിമ ഇഷ്ടപ്പെട്ടാൽ പോലും ഒരുപാട് പേര് അതിനെ, ആ സിനിമയെ പരാജയപ്പെടുത്താൻ, അതല്ലെങ്കിൽ ആ സിനിമ ഒരു പരാജയമായിരുന്നു, അതിൻ്റെ തിയേറ്റർ കളക്ഷൻ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു സിനിമയെ മോശമാക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സിനിമ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ സിനിമ ഒരു വൻ വിജയമാക്കി തീർത്ത പ്രേക്ഷകരോട് ഈ അവസരത്തിൽ ഞങ്ങളെല്ലാവരും നന്ദി പറയുകയാണ്. ഈ സിനിമയെ മോശം പറയുന്ന റിവ്യൂവേഴ്സിനെ വരെ ചീത്ത പറയുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരുപാട് പേര് സിനിമ മോശമാണെന്ന് പറഞ്ഞു, മറ്റുള്ളവർ അതിനെതിരെ വ്ലോഗ് ചെയ്തിട്ടൊക്കെ ആ സിനിമ നല്ലതാണെന്നും ആ സിനിമയെ കുറ്റം പറയുന്ന ആളുകളെ വിമർശിക്കുകയും ചെയ്യുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ ഈ സിനിമ പ്രേക്ഷകരുടെ ഇടയിലേക്ക് അത്രയും നല്ല രീതിയിൽ എത്താൻ സാധിച്ചതുകൊണ്ടാണ് അങ്ങനെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നൊരു സ്വീകരണം ഈ സിനിമയ്ക്കുണ്ടായത്. ഈ സിനിമ ഒരു വിജയമാക്കി തീർത്ത എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പിന്നെ ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ, ഇതിപ്പോൾ ഈ ഒരു വിജയം, ഞാൻ ഇതിനു മുമ്പും അഭിനയിച്ച ഒരുപാട് സിനിമകൾ വൻ വിജയങ്ങളായി തീർന്നിട്ടുണ്ട്. അത് ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്, അത് എൻജോയ് ചെയ്തിട്ടുണ്ട്. അതുപോലെയല്ല, ഈ സിനിമ കൊണ്ട് സിനിമാ ജീവിതം തുടങ്ങിയ കുറേ കലാകാരന്മാർ ഈ സിനിമയിലുണ്ട്. ആദ്യമായി സിനിമ സംവിധാനം ചെയ്ത, ആദ്യമായി സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ച ആളുകൾ, അവരൊക്കെ അവരുടെ ഒരു സിനിമാ ജീവിതം ഇതിൽ ആരംഭിക്കുകയാണ്. അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടതിൻ്റെ സന്തോഷം അപ്പം ഞാനൊക്കെ അനുഭവിക്കുന്നതിനേക്കാൾ 10 മടങ്ങാണ് അവർ ഈ സിനിമയുടെ വിജയം, അതിൽ സന്തോഷം കണ്ടെത്തുന്നത്. അപ്പോൾ അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഈ സിനിമ. അവർക്ക് ദൈവം കൊടുത്ത ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ ഈ സിനിമയെ കാണുന്നത്.
ഈ സിനിമ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ സിനിമാ പ്രവർത്തകർക്കും, എല്ലാ മാധ്യമ പ്രവർത്തകർക്കും എല്ലാം ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഈ സിനിമയുടെ ഒരു ചെറിയൊരു വിഷമം എനിക്ക് പറയാനുള്ളത്, ഈ സിനിമയിൽ ഞാനും ദിലീപൊക്കെ കൂടെ ഞങ്ങൾ ആസ്വദിച്ച് ചെയ്ത ഒരുപാട് തമാശ രംഗങ്ങളുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് പൊട്ടിച്ചിരിച്ച തമാശ രംഗങ്ങൾ ഈ സിനിമയിലുണ്ടായിരുന്നു. അത് സിനിമയുടെ ലെങ്ത് കൂടിയപ്പോൾ കുറഞ്ഞു പോയതിൽ അത് കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഇനി അടുത്ത സിനിമയിൽ കൊണ്ടുവരാം. ഇനിയിപ്പോൾ അത് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ പൊട്ടിച്ചിരിച്ച് ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. നല്ല നല്ല സന്ദർഭങ്ങൾ പലതും സിനിമയുടെ ലെങ്ത് കൂടിപ്പോയതിൻ്റെ പേരിൽ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയൊരു വിഷമമായിട്ട് നിൽക്കുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ല, അത് വേറെ സിനിമയിൽ അത്തരം തമാശ രംഗങ്ങൾ ഇനിയും കൊണ്ടുവരാം. ഈ സിനിമ വിജയമാക്കി തീർത്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് സിദ്ദിഖ. പ്രിയപ്പെട്ടവരെ, ഈ ചിത്രത്തിൻ്റെ ഒരുപാട് കോംബോകൾ വർക്കൗട്ടായി എന്നുള്ളതാണ്. അതിലൊരു കോംബോ ആണ് തീർച്ചയായും ദിലീപ് ഏട്ടനും ജോണി ആൻ്റണി സാറുമായിട്ടുള്ളത്. നമുക്കറിയാം, അവർ സംവിധായക ചിത്രങ്ങൾ ഇപ്പം നമുക്കറിയാം മലയാള സിനിമയിൽ വൺ ഓഫ് ദ മോസ്റ്റ് ബിസിയസ്റ്റ് ആക്ടർ കൂടിയാണ് ജോണി ആൻ്റണി സാറ്. അപ്പോൾ ഈ ചിത്രത്തിൽ നടന്മാർ എന്ന നിലയിൽ അവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കുകയാണ്. അപ്പോൾ നിറഞ്ഞ കൈയടിയോടുകൂടി ജോണി ആൻ്റണി സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അസിസ്റ്റൻ്റ് അസോസിയേറ്റ് ആയിരുന്ന കാലത്ത് ഞാൻ ഡയറക്ടറായി കാണണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് നടന്മാരുണ്ട്. നമ്മുടെ ശ്രീ അശോകൻ ചേട്ടൻ, സെലിം കുമാർ, അനീഫ് ഖാ, ഒടിയൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, നരേന്ദ്രപ്രസാദ് സാറ്, എന്നെ ഫറീസ് ചേട്ടൻ, സിദ്ദിഖേട്ടൻ എന്നോട് അധികം അഭിനയിച്ചിട്ടില്ല, അല്ലെങ്കിൽ സിദ്ദിഖേട്ടൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ പ്രൊഡ്യൂസേഴ്സൊക്കെ വരുമ്പോൾ പറയും ജോണിക്ക് ഒരു പടം കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തും ഇപ്പം ഞാൻ നടനായി, നമ്മൾ ചില അസിസ്റ്റൻ്റ് അസോസിയേറ്റുകളെ കാണും. അവരുടെ കഷ്ടപ്പാട്, അവരുടെ ആത്മാർത്ഥത, അവരുടെ ഡയറക്ടറോടുള്ള കൂറ്, ആ പ്രൊജക്ടിനോടുള്ള കൂറ്. അപ്പം നമ്മൾ ആഗ്രഹിക്കും ഇയാളൊരു ഡയറക്ടറായിരുന്നെങ്കിൽ. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള മലയാളത്തിലെ അസോസിയേറ്റ് ഡയറക്ടേഴ്സിൽ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിൽ ഒരാളാണ് ബിൻഡോ. നമുക്ക് തോന്നിയിട്ടുണ്ട് ബിൻഡോ ഒരു ഡയറക്ടറായിരുന്നെങ്കിൽ. കാരണം നെയ്മറും ഉപചാരപൂർവ്വം കുണ്ടജയനും രണ്ട് ഹിറ്റ് സിനിമകളായിരുന്നു. രണ്ടിലും ബിൻഡോ ആയിരുന്നു അസോസിയേറ്റ്. പിന്നെ ഈ സിനിമ എനിക്കൊരു സ്പെഷ്യലാണ്. കാരണം ഈ ഷാരിസ് എനിക്ക് വേഷം തന്നൊരു സന്തോഷം, ദിലീപുമായിട്ടുള്ള കോമ്പിനേഷൻ. കാരണം ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന കാലത്ത് ദിലീപുമായിട്ട് ഉദയവര സുൽത്താൻ, മായപ്പന്മാൻ, അപ്പോൾ ഈ മായപ്പൻ ഈ രണ്ട് സിനിമ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു. പിന്നെ അസോസിയേറ്റായിട്ട് പറക്കം തളിക, കുഞ്ഞിക്കൂനൻ, ഡയറക്ടറായിട്ട് മൂസ, കൊച്ചി രാജാവ്, ഗരുഡ്. ഈ സിനിമകളെല്ലാം വിജയചിത്രങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ദിലീപുമായിട്ട് ഒരു കോംബോ ചെയ്തിട്ട്. എനിക്കൊന്ന് ആദ്യമായിട്ടാണ് ദിലീപുമായിട്ട് ഇത്ര സ്ക്രീൻ സ്പേസ് ഉള്ളൊരു സിനിമ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഒരു സിനിമ ഇത് ഹിറ്റാവും. ഞാൻ അതെനിക്ക് തോന്നും എല്ലാ പടങ്ങളും ഹിറ്റാണെന്ന് ഞാൻ ആഗ്രഹിക്കും, വർക്ക് ചെയ്തിട്ടുള്ളതെല്ലാം. പക്ഷെ എനിക്കെന്തോ ഭയങ്കര ഒരു ആവശ്യമായിരുന്നു. കാരണം എൻ്റെ പ്രിയപ്പെട്ട ദിലീപിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ച സിനിമ ഇത്രയും, പിന്നെ ബിൻഡോയുടെ സിനിമ, ഷാരിസിൻ്റെ സിനിമ, ലിസ്റ്റിൻ്റെ സിനിമ, ഇത് ഓടണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന് വഴിയൊരുക്കിയ സർവശക്തനായ ദൈവത്തിനും, പിന്നെ വിമർശനങ്ങളെ പോലും വിമർശിച്ച് ഈ സിനിമ നിങ്ങളൊന്നും പറയുന്നവരല്ല, ഇത് ഒരുപാട് ചിരിക്കാനുള്ള ഞങ്ങളുടെ ദിലീപിൻ്റെ നല്ല തമാശ ഉള്ളൊരു കുടുംബചിത്രമാണെന്ന് മനസ്സിലാക്കി തിയേറ്ററിൽ പോയ ഈ നാട്ടിലെ നല്ല കുടുംബ പ്രേക്ഷകർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനി ഇതുപോലുള്ള ഒരുപാട് അത്ഭുതങ്ങൾ, സന്തോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എല്ലാവർക്കും എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും സത്യത്തെ അസത്യമായി കാണുകയോ ടാർഗറ്റ് ചെയ്തോ ഒന്നും ആരും വിമർശിക്കരുത്. കാരണം വിമർശിക്കുന്നവനും വിമർശനം ഏൽക്കുന്നവനും മനുഷ്യനാണെന്നുള്ളൊരു ബോധ്യം എല്ലാ മീഡിയക്കാർക്കും മനുഷ്യർക്കും ഉണ്ടാവണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് ജോണി ആൻ്റണി സർ. ഞാൻ കോമഡി പറയാതിരുന്നത് ധ്യാൻ വന്നിട്ടുള്ളത് കൊണ്ടാണ്. അമിട്ട് പൊട്ടിക്കാതിരുന്നത് അദ്ദേഹം പൊട്ടിച്ചോളൂ എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് നായികയെ കൂടി ഇഷ്ടമായിട്ടുള്ളതെന്ന് പറയുന്ന പോലെ ദിലീപേട്ടൻ്റെ കൂടെ നായികയായി തുടങ്ങിയവരെല്ലാവരും തന്നെ മലയാള സിനിമയിൽ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ച് നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. അത് മീര ജാസ്മിൻ ആയിക്കോട്ടെ, നവ്യ നായർ ആയിക്കോട്ടെ, സമൃദ്ധ ആയിക്കോട്ടെ, അല്ലേ? അപ്പോൾ ഈ ചിത്രത്തിൽ റാണിയ അതിഗംഭീര പ്രകടനവുമായിട്ട് മലയാള സിനിമയിൽ നായികയായിട്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു കൈയടിയോടുകൂടി വേദിയിലേക്ക് ചിത്രത്തിൻ്റെ നായിക
റാണിയെ സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം. കൊടുത്തൂടെ, നല്ലൊരു അടിപൊളി പെർഫോമൻസ് തന്നെയാണ് റാണിയെ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പൊ റാണിയ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഭയങ്കര ഷോക്കാണല്ലോ. ഓക്കെ ആണോ? ഓക്കെ. ഒരുപാട് എന്താ പറഞ്ഞേ? ആരും ഓക്കെ അല്ലാത്ത? പത്രക്കാർ ഓക്കെ അല്ലേ? ഒരുപാട് സന്തോഷം. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല എൻ്റെ പെർഫോമൻസ് ഇഷ്ടമാവുന്നത്. ബിക്കോസ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ പടമായതുകൊണ്ട് എങ്ങനെ പ്രേക്ഷകർ അംഗീകരിക്കുമൊന്നും അറിയില്ലായിരുന്നു. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബിയോണ്ട് മൈ വേർഡ്സ് ഭയങ്കര വലിയ റിസെപ്ഷനാണ് എനിക്ക് കിട്ടിയത്. സോ താങ്ക് യു സോ മച്ച്. അതിനെ സപ്പോർട്ട് ചെയ്ത് ഇതിൻ്റെ റൈറ്റർ ഷാരിസ് ചേട്ടൻ, ബിൻറ്റോ ചേട്ടൻ, ആൻഡ് ലിസ്റ്റൻ ചേട്ടൻ, ദിലീപ് ഏട്ടൻ, സിദ്ദിഖ് സർ, ജോണി ചേട്ടൻ, ബിന്ദു ചേച്ചി, മഞ്ജു ചേച്ചി, ധ്യാൻ ചേട്ടൻ, എല്ലാവർക്കും, ബിനോയ് ചേട്ടൻ, മനു, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഞാൻ ബേസിക്കലി ക്ലാസിക്കൽ ഡാൻസറാണ്. ഞാൻ ഭരതനാട്യം പ്രാക്ടീഷണറാണ്. സോ കലാമണ്ഡലത്തിലാണ് പഠിച്ചത്. പിന്നെ BA ഭരതനാട്യം, MA ഭരതനാട്യം ഒക്കെ ചെയ്ത് PhD ഒക്കെ ചെയ്യാൻ നിൽക്കുമായിരുന്നു. ഒരാൾക്ക് 1 വർഷം വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി, 2 വർഷം വെയിറ്റ് ചെയ്യാം. ഞാൻ 4 വയസ്സ് തൊട്ട് ഡാൻസ് പഠിക്കുന്ന സമയം തൊട്ട്, എൻ്റെ ഓർമ്മയുള്ള കാലം തൊട്ട് ഐ എം വാച്ചിങ് TV. എനിക്ക് അപ്പോൾ തൊട്ട് സിനിമയിൽ അഭിനയിക്കണം, ആദ്യം ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കണം എന്നുണ്ടായിരുന്നു. ഐ വെയിറ്റഡ് അറൗണ്ട് 20+ years ടു സ്റ്റാൻഡ് ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് ദിലീപ് ഏട്ടൻ. സോ എന്നെ സംബന്ധിച്ച് ദിസ് ഇസ് വെരി വെരി ബിഗ് അച്ചീവ്മെൻറ്റ് ഫോർ മീ. എനിക്ക് അതുകൊണ്ട് ചേട്ടനോട് ഇത്രയും റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ചേട്ടനോട് ബ്ലാബർ ചെയ്ത് സംസാരിക്കാൻ പറ്റൂല. ഐ ഹാവ് എ ഹ്യൂജ് റെസ്പെക്റ്റ് ഓൺ ഹിം. ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് 150ാമത്തെ പടം ചെയ്ത് നിൽക്കുന്ന ദിലീപ് ഏട്ടൻ്റെ കൂടെ എൻ്റെ ആദ്യത്തെ പടം ഇങ്ങനെ ചെയ്ത് സക്സസ് ആയി എന്ന് അറിയുമ്പം ഇതിനേക്കാളും ഒന്നും എനിക്ക് ദൈവത്തിനോട് ചോദിക്കാനില്ല. ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നല്ല രീതിക്ക് റെസ്പോൺസ് പുറത്തേക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പുറത്ത് വന്ന് ഓഡിയൻസ് തിയേറ്ററിലേക്ക് വന്ന് തിയേറ്റർ റെസ്പോൺസ് വന്ന് കണ്ടപ്പം ഭയങ്കര ഇമോഷണലായി. ബിക്കോസ് തിയേറ്ററിൽ പോയപ്പം എല്ലാവരും ഭയങ്കര ഇമോഷണലായിട്ട് കരയുന്നു. അതുപോലെ ചെറിയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളും വലിയ അമ്മമാരൊക്കെ, ഐ ഡോണ്ട് നോ വെദർ അവർക്ക് യൂട്യൂബിനെ കുറിച്ച് അത്ര അറിയുമോ അറിയില്ലെങ്കിലും ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ വന്നോട് ചിഞ്ചു ചിഞ്ചു എന്ന് പറഞ്ഞാൽ ഓടി ഓടി വരുന്നു. ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അവരുടെ മനസ്സിലൊക്കെ ഇഷ്ടം തോന്നി എന്ന് അറിഞ്ഞപ്പോൾ. അതുപോലെ എനിക്ക് ദൈവത്തിനോടും ഐ ജസ്റ്റ് വോണ്ട് ടു സേ താങ്ക്സ് ടു ദ യൂണിവേഴ്സ്. എന്നെ 20 വർഷവും ഗിവപ്പ് ചെയ്യാതെ വെയിറ്റ് ചെയ്യാനും ഇതിനു വേണ്ടി, അതായത് ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തോ എന്നെയും തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് റാണിയയ്ക്ക് ചിഞ്ചു റാണി കിട്ടിയത്. ബിക്കോസ് ഞാൻ എൻ്റെ പേര് റാണി എന്നാണ്. അപ്പം ഞാൻ ഈ കഥാപാത്രത്തിൽ വരുന്നതിന് ഒരു വർഷം മുൻപ് തന്നെ ഷാരിസ് ചേട്ടൻ്റെ കൈകൊണ്ട് ചിഞ്ചു റാണി എന്ന കഥാപാത്രത്തിന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിലെ പാട്ട് റാണിയും എഴുതി റാണി. സോ ദിസ് ഈസ് എ റിസൾട്ട് ലൈക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മൊത്തം നമുക്കത് ഒരു ദിവസം നടത്തി തരും. അതിനുള്ള ചെറിയൊരു എക്സാമ്പിളാണ് ഞാൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. എന്തായാലും ചിഞ്ചു റാണി അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു. അപ്പം മലയാള സിനിമയിലെ ഗംഭീരമായൊരു തുടക്കം റാണിക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ റാണിയെ തേടിയെത്തട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. പിന്നെ നമുക്ക് ഒരാളെ കൂടി സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാനുണ്ട്. എനിക്കറിയാല്ലേ, ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ മതിയോ? ആരെയാണ് വിളിക്കാൻ പോകുന്നത് നമ്മള്? The one and only ധ്യാൻ. ലെറ്റ്സ് വെൽക്കം ധ്യാൻ ഓൺ സ്റ്റേജ്. അപ്പം ധ്യാനും ദിലീപേട്ടനുമായിട്ട് ആദ്യമായിട്ട് സ്ക്രീനിൽ ഒന്നിക്കുന്ന ചിത്രം കൂടിയായിരുന്നു. ദിലീപേട്ടന്റെ അനിയനായിട്ടാണ് ധ്യാൻ എത്തിയത്. നമ്മളെല്ലാവരും ചിത്രം കണ്ടതാണ്. അപ്പം ധ്യാന് നല്ലൊരു കീഴ്ത്തുണ്ട വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ ദിലീപേട്ടന്റെ വാക്കുകൾക്ക് ശേഷം നമ്മൾ ഏറ്റവും അധികം കാത്തിരുന്ന ആ വാക്കുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഞാൻ കോമഡി പീസാണോ ഇവിടെ? മെയിൻ ആൾക്കാരെ ലാസ്റ്റാ വിളിക്കുക. സാധാരണ അങ്ങനെയല്ലേ പതിവ്. നേരത്തെ വന്നല്ലോ. ഇങ്ങനെ സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല. എന്നാലും ഒരുപാട് സന്തോഷം. ചുളുവിലൊരു ഹിറ്റ് കിട്ടി.
അപ്പോൾ സാധാരണ ഇങ്ങനൊന്നും എൻ്റെ സിനിമകൾക്ക് സംഭവിക്കാത്തതാണ്. അതൊരു അത്ഭുതമാണ് എന്നെ. ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോകും. നമ്മുടെ ഞാനും ബിൻഡോയും ഷാരിസും ലിസ്റ്റിനൊക്കെ 80s കിഡ്സാണ് പറഞ്ഞു വരുമ്പോൾ. അല്ല നീ കുറച്ച് 90 അല്ലേ? എന്നാലും അടുത്തുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഓണക്കാലം അല്ലെങ്കിൽ വിഷുക്കാലം എന്നൊക്കെ പറയുന്നത് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും സിനിമകൾക്കപ്പുറം ഒരു വിഷുക്കാലത്തൊക്കെ പോയിട്ട് പേപ്പറൊക്കെ അന്ന് പറയുമോ? ഓണസ്റ്റ്ലി ഈ പടത്തിന് എന്നോട് ഷാരിസ് ചേട്ടനാണെങ്കിലും യൂട്യൂബറാണെന്ന് പറയുമ്പോഴും എൻ്റെ അടുത്ത് റെഫറൻസ് ഒന്നും നോക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മളൊരു പടം ചെയ്യുമ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളിനെ കാണിക്കുകയല്ലല്ലോ. ദിസ് ഈസ് എ ഡിഫറെൻറ്റ് ക്യാരക്ടർ. സോ എനിക്ക് പേഴ്സണലി ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റേതായ രീതിക്കാണ് ചെയ്തത്. ഞാനാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബിലില്ല. എനിക്ക് യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് തുടങ്ങാമെന്ന് പോലും മര്യാദയ്ക്ക് അറിയില്ല. ഞാൻ സിംപ്ലി ഐ എം ജസ്റ്റ് പുട്ടിങ് ദ വീഡിയോസ്, അത്രേ അറിയുള്ളൂ. അപ്പോൾ പേഴ്സണലി ഇപ്പോൾ ഡാൻസ് റിലേറ്റഡ് ആയിട്ട് ഇതിനെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ രണ്ടും സിനിമ കഥാപാത്രം അവതരിപ്പിക്കുന്നതും നൃത്തത്തിൽ കഥാപാത്രം അവതരിപ്പിക്കുന്നതിനും നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഓൾ അബൌട്ട് ലൈക്ക് നമ്മൾ എങ്ങനെ ആ എനർജി ക്യാരി ചെയ്യണം. എനിക്ക് പേഴ്സണലി അങ്ങനെ വലിയ ഡിഫിക്കൾട്ടായിട്ട് തോന്നി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഒരു പവറും എനർജി ആ ക്യാരക്ടർ കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ എനിക്ക് ഏതൊക്കെയോ പോയിന്റിൽ തോന്നിയിട്ടുണ്ട് ഡാൻസ് ഉള്ളത് കൊണ്ട് ആണ് എനിക്കിത് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് നമ്മുടെ ഒരു ഫിസിക്കൽ ഫോം വെച്ചിട്ട് ആ ഒരു കഥാപാത്രത്തിൻ്റെ എനർജി ഹോൾഡ് ചെയ്തിട്ട് ഇത് മറ്റുള്ളവർക്ക് ഇതാണ് ഞാൻ ചെയ്യുന്നത് എന്ന് മറ്റുള്ളവരിനെ ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഈസി. സോ എനിക്ക് പേഴ്സണലി ഇതിനൊരു റെഫറൻസ് ഇല്ലാണ്ട് ഞാൻ എൻ്റേതായ രീതിക്ക് എങ്ങനെയാണോ എനിക്ക് റൈറ്ററും ഡയറക്ടറും എങ്ങനെയാണോ എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് ഈ കഥാപാത്രം വേണ്ടത്, എത്ര മീറ്ററിലാണ് ഇതിൻ്റെ എനർജി ക്യാരി ചെയ്യേണ്ടതെന്ന് പറഞ്ഞോ അത് ഞാൻ ഡെലിവർ ചെയ്തു. ആൻഡ് ദേ ആർ ആക്ച്വലി എവറി സെക്കൻഡ് ഓഫ് എനിക്ക് 99% ഓഫ് എവറി ഷോട്ട് വാസ് കംപ്ലീറ്റഡ് ഇൻ 1 to 2 ഷോർട്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദേ ആർ ആക്ച്വലി ഹാപ്പി അത് പെർഫോമൻസ് ചെയ്യുമ്പോൾ തന്നെ. ആൻഡ് ഐ എം ട്രൂലി ഹാപ്പി. ഇത് എനിക്ക് ഏറ്റവും പൂർണ്ണമായിട്ടും സെറ്റിൽ തന്നെ തൃപ്തി കിട്ടിയെങ്കിലും ഇത് ഓഡിയൻസ് സൈഡിലേക്ക് വന്നപ്പം ഓഡിയൻസ് സൈഡിൽ നിന്നുള്ള റിസപ്ഷൻ കണ്ടപ്പോൾ ഐ ഫീൽ മോർ ഗുഡ്. ബിക്കോസ് എല്ലാവർക്കും അത് ഇഷ്ടമായെന്ന് പറഞ്ഞു. എനിക്ക് ഓൾ എബോ ഒരു കാര്യം കൂടെ പറയാനാണേ. ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയത് എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും സോഷ്യൽ റെലവെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് ജനങ്ങളിലേക്ക് ഇടുമ്പോൾ ഇതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന അറിയില്ലല്ലോ. പക്ഷേ ഇതിനൊരു പോസിറ്റീവ്, അതായത് ഇത്രയും ഡെട്രിമെൻ്റലി ഒരു മൊത്തത്തിലൊരു സൊസൈറ്റിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ജനങ്ങൾ ഇത് ഇത്രയും ഏറ്റെടുത്തത്. സോ ഇറ്റ് ഈസ് എ കോമൺലി ജനങ്ങളുടെ അഭിപ്രായമാണ്. ദേ ആർ ആക്ച്വലി ലൈക്കിംഗ് ദിസ് ബിക്കോസ് ദിസ് ടോപ്പിക് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡിസ്കഷൻ ചെയ്യേണ്ട ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനൊരു ടോപ്പിക്ക് നമ്മൾ പടമായിട്ട് ചെയ്ത് പുറത്ത് വന്നിട്ട് ഒരു ബ്ലോഗർ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ ഇനി ഒരിക്കലും ഈ പടം കണ്ട ശേഷം എനിക്ക് ഫീൽ ചെയ്യാണ് ഞാൻ ഇനി ഒരിക്കലും അലീസ് വ്ലോഗ് എന്ന് പറഞ്ഞൊരു റീൽ ചെയ്തിരിക്കുകയാണ്. ഒരിക്കലും ഞാൻ നെഗറ്റീവായിട്ട് ഇനി ഞാൻ ഒരിക്കലും റിവ്യൂ ചെയ്യില്ല. ബിക്കോസ് എൻ്റെ തോട്ട് പ്രോസസ്സ് അതിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് ഇനി വീഡിയോ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ സിനിമൻ്റെ വിജയം തന്നെയാണ്. സോ ഐ എം ട്രൂലി ഗ്രേറ്റ്ഫുൾ. അത് ഇതിൻ്റെ പാർട്ട് ഓഫ് ഇതിൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റ് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും എന്ന് കാണിക്കാൻ എൻ്റെ ഈ ഒരു ഫിസിക്കൽ ഫോമും എനർജിയും വെച്ച് ആൾക്കാരിലേക്ക് എത്തിപ്പെട്ടു എന്ന് വിചാരിച്ചാൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു. ഞാൻ 2.0 എന്നാണ്. അപ്പൊ ഇനിയും തൊട്ട് ധ്യാന്റെ ഹിറ്റ് പടങ്ങൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി ഞങ്ങൾക്ക്. ഇല്ല എല്ലാം പ്രതീക്ഷിച്ചു. അത് ഓ ഓ ഓ അല്ല അത് അതിന്റെ പ്രസ് മീറ്റ് ഉണ്ട് അടുത്ത ഇത് വരുന്ന 2 ദിവസം 23 റിലീസ്. അപ്പൊ പറയാം ഇത് നിർത്താം ജോൺ ചേട്ടനോട് തിരക്കൊണ്ട് പോകാൻ. അതുപോലെ തന്നെ ധ്യാൻ ചേട്ടന്റെ ഡയറക്ഷനിലെ ദിലീപ്. ശരിയാ മതിയാ. അപ്പൊ നമുക്ക് പതുക്കെ വൈൻഡപ്പ് വ്യത്യസ്തമായ ദിലീപിന്റെ വ്യക്തി ക്യാരക്ടറിന്റെ സവിശേഷതകളും ലുക്കും കൊണ്ട് അപ്പിയറൻസ് എല്ലാം കൊണ്ട് വ്യത്യസ്തമായി ചെയ്ത സിനിമകളാണ്. അതിനുശേഷം പിന്നീട് അങ്ങനത്തെ ഒരു സിനിമകൾ ദിലീപിന്റെ ഭാഗത്ത് വന്നിട്ടില്ല. ക്യാരക്ടർ ചൂസ് ചെയ്യേണ്ട ഇങ്ങനത്തെ അങ്ങനത്തെ സിനിമകളിലേക്ക് വേണ്ട ഉദ്ദേശിച്ചിട്ടുണ്ടോ? മിക്ക സിനിമകളും അന്യ ഭാഷകളിലേക്ക് റൈറ്റ്സ് വെച്ച് പോയിട്ട് അവിടെ അത് ചെയ്യാൻ പറ്റാണ്ട് ഇപ്പോഴും അത് ഡ്രോപ്പ് ആക്കി വെച്ചിട്ടുണ്ട്.
അത് അവിടെയാണ് ദിലീപേട്ട ഒരു പ്രസക്തി നമ്മൾ എടുത്തു പറയേണ്ടത്. എന്തുകൊണ്ടാണ് മുന്നോട്ട് അങ്ങനത്തെ ഒരു സിനിമകൾ വരാത്തത്? ഇല്ല, അങ്ങനെയുള്ള സിനിമകൾ ഞാൻ അങ്ങനെയുള്ളൊരു സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു ഇപ്പം ലാസ്റ്റ് ഞാൻ ചെയ്തതിൽ 67 വയസ്സുള്ള കേശുവിനെയാണ് വേറൊരാളായിട്ട് പെർഫോം ചെയ്തത്. ഇനി അതിന് ശേഷമുള്ള കാര്യങ്ങളുള്ള സിനിമകൾ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പുതിയ തലമുറയുടെ തന്നെ ഒരു സംവിധായകനായിരിക്കും. അപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാനാണ് ഏതൊരു ആക്ടർക്കും നല്ലത്. നമ്മൾ നോർമലായിട്ട് അഭിനയിക്കുന്നതിനേക്കാൾ നല്ലത് പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കും അറിയില്ല അവരുടെ സ്വഭാവം, അവരുടെ രീതികൾ, അവരുടെ സെൻറ്റിമെൻറ്റ്സ് എങ്ങനെയായിരിക്കും, അവരുടെ തമാശകൾ എങ്ങനെ. അത് നമ്മളൊരു കഥാപാത്രമായി മാറിക്കഴിയുമ്പോഴാണ് നമുക്ക് 1-2 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് തന്നെ അത് കിട്ടുന്നത്. അപ്പോൾ അത് ദിവസവും പെർഫോം ചെയ്യാൻ നമുക്ക് വേറൊരു എനർജിയാണ്. അയാളെക്കുറിച്ച് പൂർണ്ണമായിട്ട് നമ്മൾ അയാളെ സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അത് പ്രത്യേകിച്ച് ആ സിനിമകളൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് ഏറ്റെടുത്തതിലാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഞാനും പലപ്പോഴും ചിന്തിക്കണ്ടേ, ഡിഫറെൻറ്റ് സിനിമകൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ചെയ്തപ്പോഴാണ് എനിക്ക് കണ്ടിന്യൂസ് 10-13 ഹിറ്റുകൾ എനിക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ ആ രൂപത്തിൽ വരും. ഇപ്പം നമുക്ക് വൈൻഡപ്പ് അതേപോലെ ദിലീപേട്ടനെ ഇംപ്രസ് ചെയ്ത ഏതെങ്കിലും കഥകളായിട്ട് 3 വാക്കുകൊണ്ട് അതേതാ ഈ 3 വാക്ക്? അല്ല, നാട്ടിൽ പുലി ഇറങ്ങുന്നു, പുലിയെ പിടിക്കാൻ വേട്ടക്കാരൻ കൊണ്ടുവന്നു, വേട്ടക്കാരൻ പുലിയേക്കാൾ ശല്യം. ഒരുപാട് വാക്കുണ്ടല്ലോ ഇതിൽ. 3 വാക്കുകൾ പറഞ്ഞു. അത് ആ രീതിയിൽ ഇംപ്രസ് ചെയ്യാൻ ആദ്യം സാധിക്കും. 3 വാചകങ്ങളിലൂടെ അല്ല, അതുപോലെ പണ്ട് ഒരു 2-3 വാചകത്തിൽ നിന്ന് ഉണ്ടായതാണ് പറക്കുന്നളിക. ഒരാളുടെ അപ്പനെ ബസ് ഇടിക്കുന്നു, ആ ബസ് കമ്പനിയായിട്ട് വലിയ കേസാവുന്നു, അവസാനം മുതലാളി കോംപ്രമൈസിന് ബസ് കൊടുക്കുന്നു, ആ ബസ് വാങ്ങിയ ഈ അപ്പനും മരിച്ചുപോയി, മകന് ആ ജീവിതം മൊത്തം പ്രശ്നമാവുന്നു എന്നുള്ളതാണ് പറക്കുന്നളികയുടെ വാചകങ്ങൾ. അപ്പം അങ്ങനെ അതുപോലെ മീശവാൻ തുടങ്ങുന്ന സമയത്ത് ഒറ്റ വാചകമേ ഉള്ളൂ, കള്ളൻ പോലീസിനെ പിടിച്ചേ. അതിൽ നിന്നാണ് മീശമാധവൻ ഉണ്ടാവുന്നത് എന്ന് പറയുന്ന പോലെ അതുപോലുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. താങ്ക് യു. പത്രസമ്മേളനം തീരാറായി. എനിക്കൊരു പോകേണ്ട കാര്യമുണ്ട്. കാരണം വീട്ടിൽ അവിടെ ചെല്ലുമ്പോൾ വൈഫ് ചോദിക്കും, ചോദ്യം വല്ലതും കിട്ടിയോ? അതുകൊണ്ട് നിങ്ങൾ ചോദിക്കാനൊന്നും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ചോദിച്ചിട്ട് പോയേക്കാം. എനിക്ക് ഹോസ്പിറ്റലിൽ മോള് പറഞ്ഞോ. അല്ല, ഇപ്പോൾ മലയാള സിനിമയിൽ ഇവിടെ തന്നെ മലയാള സിനിമയിലെ ഇപ്പോൾ അച്ഛൻ കഥാപാത്രങ്ങൾ ഇപ്പോൾ വന്ന ഓഡിയോ ലോഞ്ചിൽ പറയായിരുന്നു. ഇപ്പോൾ അച്ഛൻ കഥാപാത്രങ്ങൾ ചെയ്ത് ഇപ്പോൾ ഞാനും സിദ്ദിഖ് ഇപ്പം നിങ്ങളുടെ രണ്ടൊരു മത്സരം പോലെയാണ്. ഇപ്പോൾ ഒരു വൈബ് തന്ത എന്ന ലെവലിലോട്ട് ഇപ്പോൾ സെന്റിമെന്റ് ഇമോഷണലൊക്കെ മാറിയിട്ട് നല്ല വൈബായിട്ട് അച്ഛന്മാരുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരുമാണ് മലയാള സിനിമയിൽ മലയാളികൾക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ശരിക്കും ഒരു മത്സരം പോലെയാണോ നിങ്ങൾ തമ്മിൽ? ഞാനോ ആരുമായിട്ട്? പുള്ളി സച്ചിൻ ടെണ്ടുൽക്കർ, ഞാൻ ലീഗ് കളിക്കുന്ന ഒരു ചെറിയ പ്ലെയർ. അപ്പോൾ എന്നെ എൻ്റെ വഴിക്ക് വിടും കുഞ്ഞേ. പിന്നെ ഈ സിനിമ ഞാൻ പറഞ്ഞു, ഇവിടെ പത്രസമ്മേളനം എനിക്ക് തോന്നുന്നു ചോദ്യങ്ങളെക്കാൾ കൂടുതൽ ഉത്തരത്തിന് ലെങ്ത് കൂടിയതായിട്ട് എനിക്ക് തോന്നി. ഉത്തരം കുറച്ചുകൂടെ ഷോർട്ടായിട്ട് കുറേ കൂടെ ചോദ്യങ്ങൾ നമുക്ക് പറയാനും തോന്നി. കാരണം പക്ഷേ എല്ലാവർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഈ സിനിമ. അതല്ല ദിലീപിൻ്റെ കാര്യമല്ല കേട്ടോ, മൊത്തത്തിൽ. പിന്നെ ഞങ്ങളുടെയൊക്കെ കാര്യമാണോ? അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇത് സന്തോഷം കൊണ്ടിരിക്കുന്ന ഒരു പ്രസ് മീറ്റാണ്. നമ്മൾ സാധാരണ പടത്തിന് മുമ്പ് പ്രസ് മീറ്റ് വെക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര നന്ദിയുണ്ട് നിങ്ങളോട് എല്ലാവരും. കാരണം ഈ സിനിമ വിജയിച്ചിട്ട് അഭിമാനപൂർവ്വം ഇവിടെ ഇരിക്കുന്നു. ദൈവമേ, ഒരു സിനിമ ഓടിയല്ലോ എന്നുള്ള സന്തോഷം. പ്രത്യേകിച്ച് ധ്യാനമായിട്ടൊരു വേദി പങ്കിടാനും അദ്ദേഹത്തിനൊരു ഹിറ്റ് കൊടുക്കാനും സാധിച്ചല്ലോ എന്നുള്ള സന്തോഷം. അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇപ്പം ഈ ഉത്തരം കഴിഞ്ഞങ്ങ് പോവുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ കഥ അത് റിജക്ട് ചെയ്ത് പോയി. താങ്ക് യു. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സക്സസ് മീറ്റ് സക്സസ് ആക്കി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി കാണാത്ത പ്രേക്ഷകർ എല്ലാവരും ചിത്രം കാണുക. അപ്പം ദിലീപേട്ടൻ്റെ 150ാമത്തെ ചിത്രം. അതല്ല, ഞാൻ എന്തോ ഇവിടെ സാറ് പറയാൻ നിൽക്കുമായിരുന്നു. എനിക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ ഇത്രയും സിനിമ നിർമ്മിച്ച ഒരാളാണ്. അതായത് 150 രൂപ അല്ലെ 200 രൂപ എടുത്ത് ടിക്കറ്റ് കാണുന്ന ഒരാൾക്ക് ഏത് സിനിമേനെയും വിമർശിക്കാം. അതിൻ്റെ അകത്ത് ഒരു പ്രശ്നമില്ല. ഈ ഒരു സിനിമ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. ഒരാൾക്കിട്ട് മാത്രം അല്ല 2 പേർക്കിട്ടോ 3 പേർക്കിട്ടോ ടാർഗറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് പേരെയാണ് വിഷമത്തിലാക്കുന്നത്.
ഒരുപാട് എല്ലാ സിനിമകളും എഫേർട്ടുകളുണ്ട്. പക്ഷെ നമ്മളെ ഒരു 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 മാസീവ് അറ്റാക്ക് എന്ന് പറയത്തില്ലേ, അങ്ങനെ ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടാണ്. നമ്മളെന്താണ് എടുത്തിട്ടൊരു ആള് നമ്മുടെ സിനിമയുടെ ടോട്ടൽ കഥ പറയുകയാണ്, കഥാപാത്രങ്ങളെ എണ്ണി പറയുകയാണ്, നശിപ്പിക്കുകയാണ്. ഞാൻ ഒന്നും പറയുന്നില്ല, പേരെടുത്ത് ഒന്നും പറയുന്നില്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, അത് നശിപ്പിക്കുകയാണ്. അതിന്റെ ഇൻകം കിട്ടുന്നത് ആർക്കാണ്? അല്ലെങ്കിൽ ഞങ്ങളുടെ കഥാപാത്രങ്ങൾ അതിന്റെ പേരെടുത്തെല്ലാം പറയുമ്പോൾ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്യാൻ എത്ര നേരമാണ് ആക്ച്വലി? നമുക്ക് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. പക്ഷെ ഇതിന്റെ റീച്ച് പോയി ആദ്യം 50,000 1 ലക്ഷമായി 2 ലക്ഷമായി 5 ലക്ഷമായി 5 ലക്ഷം പേര് കാണുന്ന, അല്ലെ 8 ലക്ഷം പേര് കാണുന്ന ഒരു വീഡിയോയിനെ ചിലപ്പോൾ ഒരു 10,000 പേരെ സ്വാധീനിക്കാൻ പറ്റും, 20,000 പേരെ ചിലപ്പോൾ സ്വാധീനിക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മളത് റിമൂവ് ചെയ്യുമ്പോഴോ വേറെ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴോ അതും വീണ്ടും ഒരു ടോക്കായിട്ട് വരും എന്നുള്ളത് കൊണ്ടിട്ടാണ് നമ്മളത് ചെയ്യാത്തത്. ഒരു സിനിമയുടെ ഒരു കാര്യവും ഇഷ്ടപ്പെടാത്ത നിങ്ങൾ നോക്ക്, നിങ്ങൾക്കറിയാം, നിങ്ങളിലുള്ളവർ തന്നെ വേറെ രീതിയിൽ ഉള്ള ആൾക്കാരാണ്. പക്ഷെ ഒരു കാര്യവും ഇഷ്ടപ്പെടാത്ത, ഒരു പോയിന്റ് പോലും ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് അറിയാം എന്തോ ചിരിച്ചോണ്ടിട്ടിരിക്കും. അപ്പൊ അവരെല്ലാം വട്ടന്മാര്, അവരെല്ലാം കൊള്ളത്തില്ലാത്തവര്, അല്ല അവർക്ക് മാത്രം ഇഷ്ടപ്പെടുന്നത്. അത് മാത്രമാണ് ഇത്രയും സിനിമ നിർമ്മിച്ചിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. അഭിപ്രായങ്ങൾ പറയാം, 100% വിമർശിക്കാം, നോ ഇഷ്യൂസ്, നോ പ്രോബ്ലം. പക്ഷെ നമ്മളൊക്കെ അത്ര റിസ്ക് എടുത്തിട്ടാണ് ഈ സിനിമകൾ നിർമ്മിക്കുന്നത്, ഈ പ്രൊഡ്യൂസേഴ്സ് അല്ല. അപ്പൊ നമുക്കൊരു നല്ലൊരു കാര്യം വരുമ്പോൾ ഞങ്ങളും അതിന്റെ ഒരു എൻജോയ്മെന്റിൽ കൂടെ കടന്നു പോക്കോട്ടെ. അതിനെ ഞങ്ങൾ തകർക്കരുത്, ചെറിയ കുറച്ച് ആൾക്കാർ ചേർന്ന് തകർക്കരുത്. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു അപേക്ഷയാണ്. സിനിമ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡയറക്ടർ, ഒരു പുതിയൊരു ഡയറക്ടർ ഒരു അഭിലാഷമാണ് ഒരു സിനിമ, ഒരു മ്യൂസിക് ഡയറക്ടർ, ഒരു റൈറ്റർ, എത്രയോ കഥാപാത്രങ്ങൾ, എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്തവര് എല്ലാം. അപ്പൊ നമ്മുടെ സിനിമ കണ്ടിട്ട് അതിനെ വിമർശിച്ചിട്ട് അതിന്റെ റവന്യൂ ആർക്കാണ് കിട്ടുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾക്കൊക്കെ ഈ ചെറിയ യൂട്യൂബ് നടത്തുന്നവരുണ്ടല്ലോ, അതിനൊരു ഇൻകം ഉണ്ട് അല്ലെ? ആ ഇൻകം ആർക്കാ കിട്ടുന്നത്? അതേ ഉള്ളൂ നമ്മുടെ പ്രശ്നമുള്ളൂ. നമ്മുടെ സിനിമയെ വിമർശിച്ചുകൊണ്ടിട്ട് അത് പറയുമ്പോൾ അടച്ചാക്ഷേപിക്കുക, അതൊരു തെറ്റായ കാര്യമായിട്ട് മാത്രമേ ഉള്ളൂ തോന്നിയിട്ടുള്ളൂ. താങ്ക് യു. ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന ഇല്ല, ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും ക്യാമറയുടെ പിന്നിലും മുന്നിലും നിന്ന് വർക്ക് ചെയ്യുന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ സിനിമയായാലും മീഡിയയുടെ വേറെ വേർഷനാണ് സിനിമ. എല്ലാം സ്ക്രീനിൽ തന്നെയാണ് തെളിഞ്ഞു വരുന്നത്. നിങ്ങൾ ചെയ്യുന്ന ജോലിയും നമ്മൾ ചെയ്യുന്ന ജോലിയും. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം ഒരമ്മയുടെ മക്കളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലയിക്കാതെ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണമുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഈ മീഡിയ. അത് സിനിമ, അത് TV ഉണ്ട്, അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയ, റോഡിൽ നടക്കുന്ന ആൾക്കാർ വരെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ടാലൻറ്റഡ് ആണ്, പക്ഷേ ഒരു ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് ഉണ്ട്, മര്യാദ, ബഹുമാനം. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുക എന്ന് പറയുന്നൊരു വലിയ വിഷയമുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ശത്രുക്കളല്ല, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ജനങ്ങളിലേക്ക് നന്മ പകരുക എന്ന് പറയുന്നൊരു വലിയ വിഷയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ വലിയ വിജയത്തിലേക്ക് മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും സപ്പോർട്ടും നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അത് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കണം. തരൂലോ അല്ലേ? താങ്ക് യു വെരി മച്ച്. ഇതോടുകൂടി നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സക്സസ് മീറ്റ് ഒരു വലിയ സക്സസ് ആക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു വെരി മച്ച് ഓൾ ഓഫ് യു.